ഹായ് നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ എപ്പോഴും കുറേ തവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയണമെന്ന് തോന്നിയൊരു വിഷയമാണ് ഈ പൂജാമുറിയുടെ പൊസിഷൻ. പൂജാമുറി എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ പൂജാമുറി എന്ന് പറയുന്നത് പൂജാമുറിയല്ല, പ്രാർത്ഥനാ മുറി എന്നുള്ള ആംഗിളിലാണ് നമ്മളെപ്പോഴും കാണേണ്ടത്. അതിന് സ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും അതിന് സ്ഥാനം, ഏറ്റവും നല്ല സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗം തന്നെയാണ്. വടക്ക് കിഴക്ക് ഭാഗത്ത് പറ്റിയില്ലെങ്കിൽ എവിടെയൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് പൂജാമുറി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ കിഴക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോ കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും തെക്ക് ഭാഗത്തേക്ക് പോകാതിരിക്കാൻ നോക്കുക. പിന്നെ വീടിൻ്റെ എല്ലാ ഭാഗത്തേക്കും ദർശനം കിട്ടുന്ന ഒരു പൊസിഷനായിരിക്കണം പൂജാമുറിക്ക് കൊടുക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പൂജാമുറിയുടെ ദർശനം, അതായത് പൂജാമുറി ഫേസ് ചെയ്യേണ്ടത് കിഴക്കോ പടിഞ്ഞാറോ അല്ലെങ്കിൽ വടക്കോ. ഒരിക്കലും തെക്ക് ഫേസ് ചെയ്തുകൊണ്ട് പൂജാമുറി ചെയ്യാൻ നമ്മൾ ശ്രമിക്കരുത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, വിളക്ക് കത്തിക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ആകാം. നമ്മൾ ഇരുന്ന് പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായിട്ടുള്ള ഭാഗം എപ്പോഴും കിഴക്കോട്ടോ വരുന്ന രീതിയിലാകുന്നതാണ് ഏറ്റവും നല്ലത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന മറ്റൊരു നല്ല വീഡിയോയിൽ നിങ്ങൾ എത്തുന്നവരും നന്ദി, നമസ്കാരം.